ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പച്ചക്കറി തോട്ടത്തിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം വലിയ പച്ചക്കറി തോട്ടമൊന്നുമല്ല, വളരെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ചെറുതായിട്ടൊരു പന്തലൊക്കെ ഇട്ട് സ്ഥലം ഒരുപാട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു പച്ചക്കറി കൃഷി തുടങ്ങണമെന്നുള്ള ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബക്കറ്റുകളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം ചുരുങ്ങിയ സ്ഥലപരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള ജോലികൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ചെയ്ത് ഗ്രോ ബാഗിലാണ് ചെയ്തത്. പയർ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പാവൽ നട്ടിട്ടുണ്ട്. അപ്പം കിഴങ്ങ് വർഗ്ഗങ്ങൾ നട്ടിട്ടുണ്ട്, പക്ഷേ അവയൊന്നും ഇവിടെ വായി വന്നിട്ടില്ല. നമ്മളിപ്പം പയറും പാവലുമാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെയാണ് ഇപ്പോൾ ഈ പയറുണ്ടായിരിക്കുന്നതും പാവയ്ക്ക ഉണ്ടായിരിക്കുന്നത്. പയർ നട്ടിരിക്കുന്ന ഇനമെന്ന് പറയുന്നത് വള്ളിപ്പയറിൻ്റെ ഇനത്തിൽപ്പെട്ട ഈ കുറ്റിപ്പയറെന്ന് പറഞ്ഞാണ്. അത് വളർന്ന് ഒരു മൂപ്പത്താറാകുമ്പോഴത്തേനും ഒരു റോസ് കളറിലോട്ട് വരും, ഒരു ചുവപ്പ് കളർ. അപ്പോൾ ആ സമയത്ത് പറിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് ശരിക്കും ഇത് മൂത്ത ഒരു സമയമാകുന്നത്. ഇതിൻ്റെ അകത്തുള്ള വൻപയറിൻ്റെ ആകൃതി വരുന്ന ഒരു പയറാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഈ വള്ളിപ്പയറിൻ്റെ അകത്തായിട്ട് കാണുന്നത്. അപ്പം 3 ഗ്രോ ബാഗുകളായിട്ടാണ് വള്ളിപ്പയർ നട്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാവലും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവലും നട്ടത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഉണക്കപ്പയർ ഇത് മൂത്ത് ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ ഇത് നമുക്കിനി വിത്തായിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പയറായിട്ട് തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റും. അപ്പം ഉണങ്ങിപ്പോയത് നമ്മളത് ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്തെ പയറെടുത്ത് ഈ തോരനായിട്ട് വെക്കുന്ന കറികളുടെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും, കൂട്ടുകറിയായിട്ട് തന്നെ. അപ്പം 3 ഗ്രോ ബാഗുകളിൽ വെച്ച പയർ 3 മാസം കൊണ്ട് ഇത്രയും വളർച്ചയിലെത്തിയിട്ടുണ്ട്. അപ്പം ഉണങ്ങിയ പയർ പെട്ടെന്ന് അഴുകി പോകുമൊന്നുമില്ല, മഴക്കാലമാണെങ്കിലും അത് കുറേ കാലം നിൽക്കും. അത് നമ്മൾ ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതും വർഷങ്ങളോളം ഇരിക്കുന്നതുമാണ്. ഈ പയർ കേടായി പോകുന്നതുമല്ല. അപ്പം പന്തലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഇട്ട വളമെന്ന് പറയുന്നത് കരിയും അതുപോലെ ചാരവും ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ടത്. അല്ലാതെ നമ്മൾ വേറെ ജൈവവളങ്ങൾ മേടിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് വളരെ വേഗത്തിൽ തന്നെ കായ്ച്ചത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാച്ചിലിൻ്റെ പന്തലാണ് കയറി പോകുന്നത്. അപ്പോൾ പാവയ്ക്ക നിന്നത് വിത്തിനെടുക്കാനായിട്ട് പഴുത്തിരുന്നു. അപ്പോൾ ഈ പഴുത്ത പാവയ്ക്കയുടെ കുരു നമുക്ക് വിത്തായിട്ട് എടുക്കാൻ പറ്റും. ഇത് പഴുത്തെന്ന് പറഞ്ഞാലും അങ്ങ് ചീഞ്ഞ് പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് കറി വെക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ പാവയ്ക്ക നിൽക്കുന്നത്. പച്ചക്കറി വിത്ത് നട്ട് ഏകദേശം 1 മാസം കഴിയുമ്പോൾ ഇലകളിൽ കേടുവരാൻ സാധ്യതയുണ്ട്, പ്രാണികളുടെ ശല്യം മൂലം. ആ സമയത്ത് നമ്മളൊരു കത്രിക ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ആ ഇല പിന്നീട് പുഴു ഉണ്ടാകുന്ന ആ ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഇലകളിലോട്ട് പുഴു വ്യാപിക്കാതിരിക്കും. അപ്പം ഈ പയറിൻ്റെ പന്തലിനോട് ചേർന്ന് തന്നെ ഒരു കപ്പളത്തിൻ്റെ വലിയ കപ്പളമാണ്, കപ്പളം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ കപ്പളം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പല സ്ഥലത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓമയ്ക്ക എന്നൊക്കെ പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറി വിത്ത് നട്ട തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട്. അപ്പം വേനൽക്കാലമായാലും ജലലഭ്യതയ്ക്ക് ഒരു കുറവുണ്ടാകുന്നതല്ല. അപ്പോൾ ഈ നിൽക്കുന്നത് നല്ലപോലെ പഴുത്ത് നിൽക്കുന്ന ഒരു പാവയ്ക്കയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കുരു ഇപ്പോൾ ഏകദേശം നല്ല കടും റെഡ് കളറിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കത് വിത്തായിട്ട് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്.
ആദ്യം നമ്മൾ ഗ്രോ ബാഗുകളിൽ ഇതുപോലുള്ള പയർ വിത്തുകളും അതുപോലെ തന്നെ പാവയ്ക്കയുടെ വിത്തുകളൊക്കെ നടുമ്പോൾ നമുക്ക് അധികമായിട്ടുള്ളൊരു വിളവ് ലഭിക്കണമെന്നില്ല. ഏകദേശം കുറഞ്ഞ തോതിലേ ലഭിക്കുകയുള്ളൂ പയർ. ഇപ്പം 3 പയർ വിത്തുകൾ നട്ടതിൽ നിന്ന് നമ്മൾ മൊത്തം കിട്ടിയത് 54 പയറുകളാണ്. അപ്പോൾ അതിൽ കുറച്ച് പയറുകൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വിളവ് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് 3 പയർ വിത്തുകൾ നട്ടാൽ 3 പന്തലിൽ നിന്ന് നമുക്ക് ചിലപ്പം ഒരു 1/4 കിലോ പയറേ കിട്ടത്തുള്ളായിരിക്കും. പക്ഷേ എന്നതിൽ നമ്മളിത് നടാതെയോ പരിപാലിക്കാതെയോ ഇരിക്കരുത്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇതുപോലുള്ള കൂടുതൽ വിളവുകൾ ലഭിക്കും. പാവയ്ക്കയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ പാവയ്ക്കായി 3 പന്തലിട്ടതാണ്. അതിൽ പാവയ്ക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ. പയർ വളരെ വേഗത്തിലുണ്ടാകും, പക്ഷേ പാവയ്ക്ക കുറച്ച് താമസിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയ പച്ചക്കറി വിഭവങ്ങളാണ് ഈ കാണുന്നത്. അപ്പം ഇന്ന് കർക്കിടക 1-നാണ് നമ്മളിത് വിളവെടുത്തത്. അപ്പം ഈ പാവലിൻ്റെ വിത്ത് നമുക്കിനി ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നടാനുള്ളതാണ്. അത് പയർ വിത്തുകളും നമുക്ക് നടാൻ പറ്റും. അപ്പോൾ ഈ പയറിൻ്റെ മണി എന്ന് പറയുന്നത് ചെറിയൊരു പയറാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏകദേശം വൻപയറിൻ്റെയൊക്കെ ആകൃതിയിൽ വരുന്ന ഒരു പയറാണ്. ഇതുപോലെ ഇരിക്കും. ഇതും നമ്മൾ ഈ തോരൻ വെക്കുന്ന ഈ കറിയുടെ കൂടെ തന്നെ ഇതും കൂടെ കൂട്ടാവുന്ന ഒരു കൂട്ടുകറിയായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം വൻപയറിൻ്റെ ആകൃതിയുള്ള ഈ പയറും വളരെ രുചികരമായ പയർ തന്നെയാണ്. അപ്പം നമ്മുടെ പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകൾ മുഖേന അറിയിക്കുക. അപ്പം പുതിയ കൃഷി രീതികളും പുതിയ രീതിയിൽ പയറുകൾ എങ്ങനെ നടാവുന്നു അതിൻ്റെ പന്തലുകളെ പറ്റി അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വീഡിയോയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.